ഇന്ത്യ സമ്മാനിച്ച വിമാനം പറത്താൻ മാലിദ്വീപിന് കഴിയാത്തത് എന്തുകൊണ്ട്? ഉഭയകക്ഷി ബന്ധത്തിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിമാനങ്ങൾ പറത്താൻ പരിശീലനം ലഭിച്ച പൈലറ്റിനെ കിട്ടാനില്ലേ? സംഭവം നിസ്സാരമാണ്. ഇപ്പോൾ വിമാനം പറത്താൻ ആളില്ല. ഇന്ത്യൻ സേന പിൻവാങ്ങിയ ശേഷം മാലി പെട്ടു എന്ന് തന്നെ പറയാം. ഇന്ത്യ നൽകിയ വിമാനങ്ങളും ഹെലികോപ്റ്ററും പറത്താൻ കഴിയുന്നവർ സേനയിലില്ലെന്ന് മാലിദ്വീപ് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൻ. മാലിദ്വീപിൽ നിന്ന് 76 ഇന്ത്യൻ സൈനികരും പിൻവാങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന. ഇന്ത്യൻ സൈന്യം നൽകിയ 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സൈനികർ മാലിദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിൽ ഇല്ലെന്ന് ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഗസൻ മമൂൻ പറഞ്ഞത്. 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയൻ വിമാനവുമാണ് ഇന്ത്യ മാലിദ്വീപിന് നൽകിയിരിക്കുന്നത്. ഈ വിമാനങ്ങൾ നൽകിയതും ബഹുവിശേഷമാണ്. അതിലേക്ക് വരും മുന്നേ ഈ പ്രതിസന്ധി ഒന്ന് പരിശോധിക്കാം. മാലിദ്വീപിൽ നിന്ന് ഇന്ത്യ തിരിച്ചുവിളിച്ച സൈനികരുടെ എണ്ണം സംബന്ധിച്ച് ചർച്ചകൾ വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ മാലിദ്വീപ് വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഫെബ്രുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ കരാറിന് അനുസൃതമായി മാലിയിൽ നിന്ന് തിരിച്ചയച്ച ഇന്ത്യൻ സൈനികരുടെ എണ്ണം സംബന്ധിച്ച് നിലനിന്നിരുന്ന ഊഹാപോഹങ്ങൾ അവസാനിച്ചത്. മാലിദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികർ പിൻവാങ്ങിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ മാലിക്ക് നൽകിയ വിമാനവും ഹെലികോപ്റ്ററുകളും പറത്താനുള്ള പരിശീലനം ലഭിച്ച പൈലറ്റുമാർ സൈന്യത്തിലില്ലെന്ന് മാലി പ്രതിരോധ മന്ത്രി ഗസൻ മമൂൻ അറിയിച്ചത്. ഇന്ത്യൻ സൈനികരുടെ കീഴിൽ പരിശീലനം നടത്തിയിരുന്നുവെങ്കിലും ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല, പല ഘട്ടങ്ങൾ കടന്നു പോകേണ്ട പരിശീലനമായിരുന്നതിനാൽ വിവിധ കാരണങ്ങളാൽ സൈനികർക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ കാര്യം ക്ലിയർ ആണ്. 2 ഹെലികോപ്റ്ററുകളും ഡോർണിയൻ വിമാനവും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്നവരോ സേനയിലില്ല. റിപ്പോർട്ടുകൾ പ്രകാരം 76 ഇന്ത്യൻ സൈനികരെയാണ് മാലിദ്വീപിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ച് ഘട്ടം ഘട്ടമായി അയച്ചത്. നവംബറിൽ അധികാരമേറ്റ ശേഷം ചൈന അനുകൂല നിലപാടുകൾ എടുത്ത മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ ധാരണയിലെത്തിയതും സൈനികരെ തിരിച്ചയച്ചതും. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഘട്ടം ഘട്ടമായിരുന്നു സൈനികരുടെ മടക്കം. ആകെ 89 ഇന്ത്യൻ സൈനികരാണ് മാലിദ്വീപിൽ ഉണ്ടായിരുന്നതും. ഇന്ത്യൻ സൈനികർ തിരിച്ചു പോയെന്നും പകരം ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ സിവിലിയൻ ജീവനക്കാർ രാജ്യത്ത് എത്തിയെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇന്ത്യ മാലിദ്വീപിന് നൽകിയ കോപ്റ്ററുകൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ് നിർമ്മിച്ചത്. ഇനി ഈ വിമാനങ്ങൾ നൽകിയതിന് പിന്നിലെ ഉദ്ദേശം നോക്കാം. ശരിക്കും മാലിദ്വീപിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കാനും കടൽ വഴി എത്തുന്ന ഭീകരരെ നിരീക്ഷിക്കാനും മറ്റ് സഹായങ്ങൾക്കുമായാണ് ഇന്ത്യ ഡോർണിയൻ വിമാനം നൽകിയത്. 2016 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിനിടെ അന്നത്തെ മാലിദ്വീപ് പ്രസിഡന്റ് അബ്ദുള്ള യമീൻ അബ്ദുൾ ഗയം ഡോർണിയർ വിമാനം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ 2020 മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലേഹിന്റെ കാലത്താണ് ഇന്ത്യ ഡോർണിയർ യുദ്ധവിമാനം മാലിദ്വീപിന് നൽകിയത്. 2023 മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുയൂസ് അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ വിരുദ്ധ നിലപാടാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് മാലിദ്വീപ്. ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ തരത്തിലും അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുയൂസ്. ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെ ചൈന മാലിദ്വീപുമായി കരാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിന് പിന്നാലെ ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് മാലിദ്വീപ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഇതോടെയാണ് ഇന്ത്യയിൽ മാലിദ്വീപിനെതിരെ പ്രതിഷേധം ഉടലെടുത്തത്. എന്തായാലും ഇന്ത്യ വിരുദ്ധത ചെറിയ തോതിലൊന്നുമല്ല മാലിദ്വീപിന് തിരിച്ചടിയായതെന്ന് ചുരുക്കം.